ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഫാമിലിയിൽ 2 കല്യാണമുള്ള ആ ഒരു ദിവസം, പിന്നെ അതുപോലെ കേക്ക് ഓർഡറും എല്ലാം കൂടിയുള്ള ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസത്തെ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഈ ഒരു വിശേഷങ്ങളൊക്കെ നടക്കുന്നത് 18-നും 19-നുമാണ് കേട്ടോ. അപ്പോൾ 19-ാം തീയതിയാണ് ഈ 2 മാരേജും ഒന്നിച്ച് വന്നിട്ടുള്ളത്. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലും മാരേജാണ്, അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലും മാരേജാണ്. അപ്പോൾ 2 ദിവസം 2 മാരേജും കൂടി ഒന്നിച്ചൊരു ദിവസമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൺഡേ എനിക്കൊരു ഹാമ്പറിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊരു നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഹാമ്പറായിരുന്നു. അപ്പോൾ അത് ഡ്രസ്സും അതുപോലെ ചോക്ലേറ്റും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഹാമ്പറായിരുന്നു കേട്ടോ. അപ്പോൾ 3 ബോക്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ അവർക്ക് പിന്നെ ഫോൺ വെച്ചിട്ടുള്ള ബോക്സ് വേറെ ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ അത് ഫോൺ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഇതിൻ്റെ വർക്ക് ഞാൻ ഫ്രൈഡേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സാറ്റർഡേ മോർണിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടും ഓർഡർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സൺഡേ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓർഡറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കെല്ലാം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വൈകിട്ട് സാറ്റർഡേ വൈകിട്ട് തന്നെ മാരേജിന് പോകണം. അതുപോലെ 2 മാരേജ് ആയ കാരണം 2 വീട്ടിലും പോവും വേണം കേട്ടോ. അപ്പോൾ രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കേക്കുകളായിട്ട് ബേക്കായി വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ടയർ കേക്ക് ഉണ്ട്, വെഡ്ഡിങ്ങിനുള്ള കേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓർഡർ ആയിട്ടുള്ള കേക്കുകൾ വേറെയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ന്യൂട്ടല്ലേ അതുപോലെ ഹെസൽനട്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ ശേഷം ഞാനത് ഡെലിവറി ചെയ്തു. പിന്നെ അപ്പോഴേക്കും കേക്കൊക്കെ ബേക്കായിട്ട് ഞാനിവിടെ ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫാനിൻ്റെ ചോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചൂടാറി കിട്ടും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ക്രം കോട്ടിംഗ് ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം നോർമൽ ഫ്ലേവർ തന്നെയാണ്, ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും തന്നെയാണ് കേട്ടോ. പിന്നെ അതെല്ലാം ക്രം കോട്ടിങ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ഹാമ്പറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അവർ ഫോൺ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാമ്പറും റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനെല്ലാം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ രാത്രി വന്നിട്ട് വാങ്ങിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് പോകണതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 ഹാമ്പർ ബോക്സാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിവിടെ കേക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യണത്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു സമയത്താണ് ഫൈനൽ കോട്ടിങ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇതൊരു പിസ്ത ഗ്രീനാണ് വന്നിട്ടുള്ളത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീനും അതുപോലെ യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതൊരു പിസ്ത ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് ഈ ഒരു കേക്കിന് ഫൈനൽ കോട്ടിങ് ചെയ്യണേ. ഇത് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. 1 kg ആണ് ഇതിന് കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. ഫ്ലേവർ വന്നിട്ടുള്ളത് വാനിലയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ടോൾ കേക്ക് ആയിട്ടാണ് ഇവിടെ ചെയ്യണത്. ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് 1 kg ആണെന്നുണ്ടെങ്കിൽ 5 ഇഞ്ചാണ് ഇതിന് സൈസ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്ത് നല്ല ഷാർപ്പ് എഡ്ജാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം അധികം ഫിനിഷിങ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇത് ഗണേശാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കൂടുതൽ ഫിനിഷിങ് ചെയ്തിട്ട് വെറുതെ ടൈം വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. ഗണേശ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇതൊന്നും കാണൂല കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു 1 kg ടോൾ കേക്ക് തന്നെയാണ് കേട്ടോ. ഇതും ആ ഒരു കസ്റ്റമറിനുള്ളത് തന്നെയാണ്. 2 കേക്കും അവർക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് ഗ്രേപ്പ് വയലറ്റ് വെച്ചിട്ടാണ് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണത്. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്തപ്പോൾ ഏകദേശം ഇങ്ങനെ ആയപ്പോഴാണ് ഓർമ്മ വന്നത് ഇതിൻ്റെ ഫുള്ളായിട്ടല്ല ഈ ഒരു വയലറ്റ് കളർ വരേണ്ടത്. താഴെ ഭാഗത്ത് മാത്രമേ വയലറ്റ് കളർ വരേണ്ടുള്ളൂ കേട്ടോ. അവർ മോഡൽ അയച്ചു തന്നതിൽ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീമെല്ലാം ഇതിൽ നിന്ന് മാറ്റണുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കേക്ക് നല്ലോണം കൂളായതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ഫൈനൽ കോട്ടിങ് ചെയ്യണം. അത് കാരണം നമുക്കിങ്ങനെ ഈ ഒരു ക്രീമിനെ മാറ്റിയെടുക്കാൻ ഈസി ആയിട്ട് തന്നെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കൂളാവാത്ത കേക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയില്ല. ക്രംസ് എല്ലാം ആ ഒരു ക്രീമിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കേക്കിന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ താഴെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഗ്രേപ്പ് വയലറ്റ് കൊടുക്കുന്നത്. ഗ്രേപ്പ് വയലറ്റ് കളർ കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു നല്ലൊരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനിലുള്ള ആ ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട്, വയലറ്റും അതുപോലെ വൈറ്റും കൂടിയുള്ള കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷാർപ്പാക്കിയിട്ട് തന്നെ ഈ ഒരു കേക്കിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള 1 kg വാനില കേക്കാണ്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കേക്കാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഞാനിവിടെ ഡ്രം ബേസാണ് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് കേട്ടോ. ആദ്യം ഈ ഒരു കേക്കിനെ ഞാൻ നോർമൽ ബേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഡ്രം ബേസ് ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കേക്ക് എപ്പോഴും ചെയ്യുന്ന സമയത്ത് സെൻട്രലായിട്ട് തന്നെ, ബേസിൻ്റെ സെൻട്രലായിട്ട് തന്നെ കേക്ക് വെക്കാൻ ശ്രമിക്കുക. ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്ത് ശ്രദ്ധിക്കാതെ സൈഡിലേക്കൊക്കെ ആയി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഫോട്ടോ എടുക്കുമ്പോഴൊന്നും അധികം ഭംഗി കിട്ടില്ല. അപ്പോൾ എപ്പോഴും കേക്ക് വെക്കുന്ന സമയത്ത് ആ ബേസിൻ്റെ സെൻട്രലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിന് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത് ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. ചെറുതായിട്ടൊരു ഡ്രോപ്പ് മാത്രം ഞാൻ ഈ ഒരു ക്രീമിൽ യൂസ് ചെയ്തിട്ടുള്ളൂ കളർ കേട്ടോ. അപ്പോൾ നല്ലൊരു ലൈറ്റ് കളറിലുള്ള പിങ്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്ത കേക്ക് 7 ഇഞ്ചിലും ഇപ്പോൾ ചെയ്യണ കേക്ക് 5 ഇഞ്ചിലുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 ടയർ കേക്ക് 2 kg ആണ് വന്നിട്ടുള്ളത്. കുറച്ച് ഹൈറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു വർക്കെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതുപോലെ തന്നെ കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ചെയ്യണത്. എന്നിട്ട് മാരേജിന് പോയിട്ടാണ്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള മാരേജാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്, വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു വീട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കല്യാണത്തിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയി പങ്കെടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അവിടേക്ക് പോകാനും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും നാത്തൂൻ്റെ മോളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ പോകാനുള്ള കാരണം. അപ്പോൾ ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട് കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടുന്ന് പെട്ടെന്ന് തന്നെ അടുത്ത കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലാണ് ഇനിയുള്ളത് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അത് ഉമ്മാൻ്റെ വീട് ആലത്തൂരാണ് ഉള്ളത് കേട്ടോ. അപ്പം ഇനി അവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ ഒരു 7:30 8 മണി ആ ഒരു സമയമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഉമ്മാൻ്റെ വീടുള്ളത് ആലത്തൂരാണ്. അപ്പം ഇപ്പോൾ അങ്ങോട്ടാണ് പോണത് കേട്ടോ. ഇവിടെ ചെറിയ മാമൻ്റെ മോളെ കല്യാണമാണ്. അപ്പം തറവാട്ടിലാണ് കേട്ടോ കല്യാണം നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. ഇപ്പോൾ കല്യാണ വീട്ടിലാണ്. അപ്പോൾ ഇതാണ് തറവാട് കേട്ടോ. അപ്പോൾ എനിക്ക് ടോട്ടൽ 5 മാമന്മാരാണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ മാമൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഈ തറവാട്ടിൽ ഫസ്റ്റത്തെ മാരേജാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ രാത്രി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരക്ക് പിടിച്ച് വരുമ്പോൾ കുറച്ച് റിസ്ക് ആണല്ലോ. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം രാത്രി അവിടെ നിൽക്കാമല്ലോ, അതിങ്ങനെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാമന്മാരെ മക്കളും മരുക്കളൊക്കെയാണ്. ഇവർക്കെല്ലാം യൂട്യൂബിൽ ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരെ ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അവരെ. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം മാമൻ്റെ മക്കളും അവരൊക്കെ ആയിട്ടുള്ള ഒരു ഡാൻസ്, പിന്നെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ടിരിക്കുന്ന സമയത്ത് ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഒരുക്കം തുടങ്ങി. അപ്പം ഇവിടെ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല, അതിൻ്റെ മുന്നേ തന്നെ ഞാൻ പോയിട്ട്. അപ്പോൾ നമ്മൾ ഇവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഫാമിലി ആയിട്ട് ഒത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പോണതൊന്നും അറിയില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഈ ഉമ്മാൻ്റെ വീട്ടിലത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഒരുപാട് പേരുള്ളതാണ്. അപ്പോൾ അവരൊക്കെ കാണൽ ഇതുപോലെ കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്താവും. അപ്പോൾ പിന്നെ അവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ തീരെ നേരം പോണത് അറിയില്ല കേട്ടോ. ഒഴിവാകുകയാണെങ്കിൽ ബാക്കി കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്യാമെന്നൊക്കെ ഒരു ചെറിയ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വീട്ടിൽ പോയിട്ട് അതിനനുസരിച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ പിന്നെ പറ്റിയില്ല കേട്ടോ. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ വർക്കൊന്നും ചെയ്തില്ല. പിന്നെ വേഗം കിടന്നു. കാരണം നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അത്രയും വർക്ക് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വർക്കെല്ലാം ഞാനും രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാനിവിടെ ടയർ കേക്കിൻ്റെ വർക്കാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത് ഒരു ഫോൾട്ട് ലൈൻ പോലെ ആ ഒരു മോഡലിലാണ് കേട്ടോ. മുകളിലും താഴെയും കേക്ക് ഒരു എന്താ പറയുക ഫോൾട്ട് ലൈൻ പോലെ വന്നിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ ഇത് അവർ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ മുകളിലായിട്ട് ഞാനിവിടെ ഇതൊരു എന്താ പറയുക ഒരു ക്രീം കളറായിട്ടാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കിൻ ടോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ക്രീമിൻ്റെ ആ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതേ ഡെക്കറേഷൻ തന്നെയാണ് താഴത്തെ ടയറിനും വന്നിട്ടുള്ളത് കേട്ടോ, മുകളിലും താഴത്തും. അപ്പോൾ സെൻട്രലായിട്ട് പിങ്ക് കളർ വരും. പിന്നെ 2 കേക്കിൻ്റെ തലപ്പ് ഭാഗത്തായിട്ട് അറ്റത്തായിട്ട് ഈ ഒരു സ്കിൻ ടോണിൻ്റെ ആ ഒരു കളറും വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ നടക്കണ കാരണം നമുക്ക് കുറച്ച് തിരക്കുള്ള പിടിച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കൽ, പിന്നെ നമുക്ക് നേരത്തെ കല്യാണത്തിന് പോകാനുള്ള കാരണം പിന്നെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക ലേറ്റായി പോകും. അത് കാരണം പിന്നെ കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് കേക്ക് ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നതാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 2 കേക്കും അതെല്ലാം ഗണേഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബട്ടർഫ്ലൈ 2 വെച്ച് കൊടുത്തിട്ടുണ്ട്, ടോപ്പർ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരു വീട്ടിലേക്ക് തന്നെയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും ഏകദേശം ഒരു മോഡൽ തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആ ഒരു ഫാമിലിയിൽ പോയിട്ട് കല്യാണം ഒന്ന് പങ്കെടുത്തിട്ട് തിരിച്ചിട്ട് പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് തന്നെ വരിക. അങ്ങനെയാണ് പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയി അപ്പോൾ ഇത് എളാപ്പാൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ ചെക്കനും പെണ്ണും ഫാമിലി തന്നെയാണ്. അപ്പോൾ രണ്ടും ഒന്നിച്ചിട്ട് ഒരു ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കല്യാണം സ്റ്റാർട്ട് ചെയ്യണുള്ളൂ, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ പോയി ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം നടന്നതിൻ്റെ ശേഷം തിരിച്ച് ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മരം നിറയെ അത്തിപ്പഴം കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇത് പഴുത്തതാണെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഇത് പച്ചയാണ് കേട്ടോ, ഫുള്ള് പച്ചയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മഞ്ഞ കളർ വന്നത് ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ട്, ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ. ഇത് സാധാരണ അത്തിപ്പഴം പോലെ അങ്ങനെ പഴുത്ത് കിട്ടുമൊന്നുമില്ല. അതുപോലെ കിട്ടിയാലും തന്നെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ഒരു ഉപ്പേരിയൊക്കെ വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി കഴിയും. അത് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ആത്തിപ്പഴം ഇങ്ങനെ കടിച്ച് നോക്കുമ്പോൾ നിറയെ കറയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പിന്നെ അത് കഴിക്കാൻ പറ്റൂല, ആ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കല്യാണ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്ക് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് മോൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവെക്കണം കേട്ടോ. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യണ ആ ഒരു സമയമാകുമ്പോൾ പിന്നെ എടുത്താൽ മതിയല്ലോ. അതുവരെ പിന്നെ കല്യാണ വീട്ടിൽ വെക്കാൻ കഴിയില്ല, എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആലത്തൂർ ടൗൺ ഇങ്ങനെ കാണാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കുള്ള റോഡാണ്. അങ്ങനെ അവിടുന്ന് പോകുന്നതിൻ്റെ ശേഷം പിന്നെ ഫുഡ് വേഗം കഴിച്ചു. ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ എല്ലാവരുടെ അടുത്തേക്കും പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മോൻക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഒന്ന് പ്രാക്ടീസ് ആക്കി കൊടുക്കണം കേട്ടോ. അവന് പിന്നെ സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിച്ച് ശീലമാവേണ്ട, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെക്കൻ വന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വെഡിങ് നേരത്തെ കഴിയും, അവിടെ റിസപ്ഷനാണ്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് ചെക്കൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണ് ഇവിടെ റെഡിയായി ഇറങ്ങി വരുന്നുണ്ട്. ഇത് ചെക്കൻ വന്നെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് മുകളിൽ പോയിട്ട് പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക സീനാണ് കേട്ടോ. അപ്പം അവിടുന്ന് പിന്നെ ഒന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് അവർ ഇറങ്ങി വന്നു. എന്നിട്ട് നേരെ ചെക്കൻ്റെ മുന്നിലേക്കാണ് പോണത് കേട്ടോ. ഈ ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അവർ ഫോട്ടോ എടുക്കലും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കുറേ എന്താ പറയുക ലിമിറ്റ് ഉണ്ട് കാണിക്കണതിന്. കാരണം ഒരുപാട് പേർക്കൊന്നും ഫേസ് കാണിക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ അവിടെ മാരേജ് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ, റിസപ്ഷനാണ്. അപ്പോൾ അവിടെ ആളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ഡെലിവറി ടൈം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഹസ്ബൻഡ് ആ ഒരു കേക്ക് പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും പിറ്റേ ദിവസത്തിനുള്ള വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അധികം നേരം പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. വർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ്. അത് ചെയ്ത് എന്താ പറയുക സ്പഞ്ച് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമുള്ളൂ കേട്ടോ. കാരണം കറണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ അതൊരു റിസ്ക് ഉള്ള കാര്യമല്ല. പിന്നെ അതുമല്ല നമ്മൾ മാരേജൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ലേറ്റ് ആവും തോറും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. പിന്നെ അവിടുന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം ഓരോ വർക്കുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വീട്ടിൽ എല്ലാ ഫാമിലിയിലായാലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പങ്കെടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ടൈമിങ്ങിനും കാര്യത്തിനൊക്കെ എത്തണമെങ്കിൽ ഈ ഓർഡർ ഉണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും എല്ലാം നമ്മൾ മുടങ്ങാതെ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇത് പറയാൻ കാരണം പൊതുവേ എല്ലാവർക്കും അറിയാം, നമ്മൾ ഫാമിലിയിലേക്കൊക്കെ പോകലൊക്കെ ഒന്ന് കുറവായിരിക്കും ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലുള്ള ആൾക്കാർ കേട്ടോ. കാരണം കിച്ചണിൽ നിന്ന് ഒഴിവായി കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒന്ന് കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ എന്നുള്ളത്. അപ്പോൾ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് ഈ ഒരു പണിയും കാര്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആവുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ വേഗം പോയി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കൂല കേട്ടോ. അതുകൊണ്ട് നമുക്കൊക്കെ പോകാൻ കുറച്ച് മടി ഉണ്ടായിരിക്കും. ഞാൻ മാത്രമായിരിക്കില്ല, ഒരുപാട് പേര് ഈ ഒരു സിറ്റുവേഷനിലുള്ളവരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഫാമിലിയിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകണം എന്നുള്ളത്. പക്ഷേ നമുക്കങ്ങനെ കഴിയില്ല. എന്നാലും എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു ഡിഫറെൻറ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അധികം കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും ഇതിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തുള്ള വീഡിയോസിലെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്